വെങ്കടേശൻ്റെ അമ്മയല്ലേ? അതെ. വെങ്കടേശൻ ഉണ്ടോ? വെങ്കടേശനുണ്ട്. ആകപ്പാടെ കുഴപ്പമാണല്ലോ ചെയ്തു വെച്ചേക്കുന്നത്. കൃഷ്ണൻകോവിലിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ആരെയോ മേക്കപ്പ് ചെയ്ത് ഇരുത്തിയൊക്കെയാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ നിന്നത്. കുറച്ചു നേരം നിന്നിട്ടും അനക്കമില്ല. അപ്പൊ എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. അപ്പം മോൻ്റെ ഈ ഒരു കഴിവിനെ എങ്ങനെ കാണുന്നു? അവൻ ചെറുതിലേ അവൻ ഈ പടം വരപ്പിലാണ് പാട്ട് പാടുമായിരുന്നു. അങ്ങനെ എസ് സ്കൂളിൽ പാട്ട് പാടാനിട്ട് കൊണ്ടിരുത്തിയപ്പോൾ അവന് ഈ ക്ലേയിലൊക്കെ വർക്ക് ചെയ്യാനാണ്. പടവും വരയ്ക്കും, വർക്കും ചെയ്യും, ശില്പങ്ങളുണ്ടാക്കും. അങ്ങനെയാണ് ഇവിടെ +2 കഴിഞ്ഞിട്ട് മാവേലിക്കര 4 വർഷം അവിടെ പഠിച്ച്, പിന്നെ 2 വർഷം ആർട്സ് കോളേജിൽ. അത് ശരി. ഇവിടെ തിരുവനന്തപുരത്ത്. അപ്പൊ മോന്റെ ഈ ഒരു കഴിവില് ഭയങ്കര സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. അപ്പൊ ഈ കൃഷ്ണന്റെ പ്രതിമ കണ്ടിട്ട് ആരെങ്കിലും അമ്മയെ വിളിച്ച് ഇതേപോലെ വല്ലതും പറഞ്ഞു? എല്ലാരും പറഞ്ഞു ഒരു മനുഷ്യൻ വന്നിരിക്കുന്ന പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും പറഞ്ഞു. നമ്മളിവിടെ ചെയ്തു വെച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ ഒരു കലയുണ്ടെന്ന് പറഞ്ഞു. അതായത് അമ്മമാരും എല്ലാവരും വന്ന് നിന്നിട്ട് ഒരു വാത്സല്യത്തോടു കൂടിയാണ് ആ പ്രതിമ നോക്കുന്നത്. ഇത്തിരി ദൂരെ ഇരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവര് താടി പിടിച്ചേനെ. അത്രയ്ക്ക് വാത്സല്യമായിട്ട് വെങ്കടേശൻ ഉണ്ടോ? വെങ്കടേശനുണ്ട്. ശരി. ഹലോ വെങ്കടേഷ്. അതെ. എന്ത് പരിപാടിയാണ് അവിടെ കാണിച്ചു വെച്ചേക്കുന്നത്? അല്ലാന്നേ, അവിടെ ആളുകൾക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൽ കയറാൻ നിവർത്തിയില്ല. നിങ്ങളുടെ ഉണ്ണിക്കണ്ണനെ കണ്ട് ആളുകൾ മൊത്തം അവിടെ വളഞ്ഞ് ട്രാഫിക് ബ്ലോക്കോ ആകപ്പാടെ പ്രശ്നമാണല്ലോ. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ആണോ? അതെ. ഇത് വൈഫും മോളും. മോടെ പേര് നവമി. എല്ലാവരും വന്ന് വളഞ്ഞ് ഈ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എങ്ങനെ ഈ ഒരു മനസ്സിൽ കണ്ട് ഈ സംഭവം ചെയ്തു? അല്ല, നോർമലി നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ശില്പം ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാന്നുള്ളൊരു ആശയം തോന്നി. അപ്പം അങ്ങനെയാണ് ഇതിലോട്ട് ഇറങ്ങിയത്. പിന്നെ എൻ്റെ കുറേയൊക്കെ വിജയിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. കുറേ അല്ല, അതായത് കണ്ടവർ അവർ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അവരെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കലാകാരന് ഇത് കാണുമ്പോഴത്തേക്കൊരു സന്തോഷം. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് പൈസ കിട്ടുന്നതല്ല, ആൾക്കാർ ഇതുപോലെ നല്ലതാണെന്ന് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കുറച്ച് ഡിസ്റ്റൻസിലാണ് വെച്ചേക്കണേ. അതിൽ തൊടാൻ പറ്റാത്ത രീതിയിൽ ഇത്തിരി അടുത്തായിരുന്നെങ്കിൽ അമ്മമാരൊക്കെ ഒന്ന് വാത്സല്യത്തോടെ താടി പിടിച്ച് കുലുക്കിയിട്ടേ പോകും. ഇതിങ്ങനെ മനസ്സിൽ എങ്ങനെ ഈ രൂപത്തിൽ എത്തി? ഇത്രയും മനോഹരമായ ഒരു രൂപം എങ്ങനെ മനസ്സിൽ കണ്ടു? അത് പണ്ട് തൊട്ടേ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പരിപാടി ചെയ്യുന്നുണ്ട്. ഇത് എത്ര ദിവസം കൊണ്ട് ചെയ്തു? ഇതൊരു 12 ദിവസമായി കിട്ടിയുള്ളൂ. ഒരു ഉത്സവത്തിന് ഒരു 12 ദിവസം മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത്? അല്ല, ആശയം മുമ്പേ ഉണ്ടായി. അന്ന് എനിക്കൊരു കുറച്ച് ദിവസം മുമ്പേ ഉണ്ടായി, എന്തായാലും ഉത്സവത്തിന് ഒരെണ്ണം ചെയ്ത് വെക്കാന്നുള്ളൊരു ഇതുണ്ടായി. അപ്പം ഞാൻ അന്ന് വിചാരിച്ചത് ഒരു വൃന്ദാവനം രീതിയിൽ പ്ലാൻ ചെയ്യാം, കൃഷ്ണനും മരങ്ങളും അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാന്നുള്ളൊരു പ്ലാനായിരുന്നു.
ഫുൾ ബോഡി ഫൈബർ ചെയ്യണമെങ്കിൽ കുറച്ചധികം ദിവസങ്ങൾ വേണ്ടി വരും. അപ്പൊ ഇതിന്റെ തലഭാഗം മാത്രം ക്ലേയിൽ ചെയ്തിട്ട് ക്ലേയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റും, മാക്സിമം ഫിനിഷിങ് കൊടുക്കാൻ പറ്റും, ഡീറ്റെയിലും ചെയ്യാൻ പറ്റും. തല മാത്രം ക്ലേയിൽ ചെയ്തിട്ട് അത് മോൾഡ് എടുത്ത് ഫൈബറിൽ കാസ്റ്റ് ചെയ്തു. ബോഡി ഫോമിൽ ചെയ്തിട്ട് അതിനെ ഫൈബർ കോട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫൈനൽ പെയിന്റിങ്. പാരമ്പര്യമായിട്ട് ഈ കലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് അച്ഛനൊക്കെ സ്വർണ്ണപ്പണിയായിരുന്നു. പിന്നെ അപ്പൂപ്പൻ ഇതുപോലെ ചെയ്യുമായിരുന്നു കേട്ടിട്ടുണ്ട്. ഞാനും വർക്കുകളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യും, വരയ്ക്കും. ഈ കൊത്തുപണികളൊക്കെ നന്നായിട്ട് ചെയ്യും. മെറ്റൽ എംബോസിംഗ് ഒക്കെ കേട്ടിട്ടുണ്ട്. കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ വർക്കുകൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ഈ ഒരു നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു പ്രതിമ ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപയാവും? ഇതിപ്പോ ഇതിന്റെ ഞാൻ കുറച്ച് നോക്കിയിട്ടില്ല. ഇത് ഞാൻ എന്നാലും ഏകദേശം രീതിയിൽ ഏതാണ്ട് നമ്മൾ ലേബർ നോക്കുകയാണെങ്കിൽ ഏകദേശം അത്രയും ദിവസത്തെ ലേബർ കൂടി ചിലവെല്ലാം കൂടി ഒരു എന്തായാലും ഒരു 10 മുകളിൽ പോകുന്നുണ്ട്. 10,000 മുകളിൽ പോകുന്നുണ്ട്. ഇതിപ്പോ ഒറ്റയ്ക്ക് തന്നെയാണോ, സഹായികൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. ഇതില് ഓർഡർ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇതിന്റെ ലേബറും കൂടി കൂട്ടിയായിരിക്കും പറയുന്നത്. ഇതിപ്പോ ഞാൻ മെറ്റീരിയലിന്റെ സംഭവം മാത്രമേ 10,000 രൂപ പറഞ്ഞുള്ളൂ. അതെ. പുറത്ത് ഒരു കടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പ്രതിമകളൊക്കെ കൊടുക്കുന്ന വലിയ വലിയ സംഭവങ്ങളുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ തോന്നുന്ന വില ഇട്ട് വെക്കാം അല്ലേ? അങ്ങനെ ഇപ്പൊ നമ്മുടെ ഭഗവാൻ അങ്ങനെ ഒരു വില വേണ്ട അല്ലേ? മനസ്സിലൊരു ഭക്തി മതി. എന്തായാലും മനസ്സിൽ കണ്ട ഭഗവാൻ അതിനെ ദൂരെ മാറി നിന്ന് നോക്കുമ്പോൾ ഒരു ശില്പി, ഒരുപാട് സന്തോഷമുണ്ട്. ശില്പി എന്നുള്ള നിലയിൽ എന്താണ് തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് കുറേ പേര് അഭിനന്ദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, ഫോൺ വിളിച്ച് പറയാറുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് കുറേ അധികം ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ വിളി വരുന്നതിൽ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഉത്സവത്തിന് കൃഷ്ണനും രാധയും ആയിക്കോട്ടെ. അതെ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വലുതോർണം ചെയ്യണം അല്ലേ? അതെ. അപ്പോൾ ഉണ്ണിക്കണ്ണനെ ഇത്രയും മനോഹരമായിട്ട് വാത്സല്യമായിട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ശില്പി എന്നുള്ള നിലയ്ക്ക് രാധയെ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും? മൊത്തം ജനങ്ങളെയും വിളിച്ചു കൂട്ടും അവിടെ. കൂട്ടും. ഒരു മാറ്റവും ഇല്ല. എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ, നല്ല കാര്യം. അപ്പോൾ DNA ന്യൂസിൻ്റെ എല്ലാ ആശംസകളും. ഓക്കെ.